ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോകാം. കുറച്ച് ലേറ്റ് ആയി പോയി, അറിയാലോ, ഞായറാഴ്ച കുറച്ച് ഉറക്കം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ലേറ്റ് ആയി പോയത്. ഇതിൽ ഞാൻ പറഞ്ഞ് ബോറാക്കുന്നൊന്നുമില്ല, നിങ്ങളെല്ലാവരും കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ. അപ്പം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അച്ചമ്മയാണെങ്കിൽ ചന്ദ്രനെ കൊണ്ട് 3 മരുമക്കൾക്കും വാരി കൊടുപ്പിക്കുകയാണ്. അങ്ങനെ ചന്ദ്രയോട് പറഞ്ഞു, വാരിക്കൊടുക്ക് ചന്ദ്രൻ, നിന്റെ 3 മക്കളും ഒരുപോലെയാ, നിനക്ക് നീ നീ എന്താ ഈ പന്തിയിൽ പക്ഷാഭേദം കാണിക്കുന്നത്, വാരിക്കൊടുക്കടി. ആദ്യം നീ കൈമുറിഞ്ഞ വർഷയ്ക്ക് വാരി കൊടുക്കുക. അങ്ങനെ വർഷയ്ക്ക് വലിയ സന്തോഷത്തോടു കൂടി തന്നെ വാരി കൊടുത്തു. അത് കഴിഞ്ഞ് നീ ശ്രുതിക്ക് വാരി കൊടുക്കുക. ശ്രുതിക്കും തരക്കേടില്ല, കുഴപ്പമില്ല, ശ്രുതിക്കും വാരി കൊടുത്തു. അത് കഴിഞ്ഞ് രേവതിയുടെ ചാൻസ് വന്നപ്പോൾ എന്ത് ചെയ്തു നമ്മുടെ ചന്ദ്ര, ചോറ് എടുത്തിട്ട് അങ്ങ് വായിക്കകത്ത് കുത്തി കയറ്റി കൊടുത്തില്ലേ. ഇത് കണ്ടതും അച്ചമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട്, നീ എന്താടി കാണിച്ചത്, നീ ചോറെടുത്തവളുടെ വായി കുത്തിക്കയറ്റുന്നോ, നീ എന്താ ഇഷ്ടമില്ലാത്തതുപോലെ ചെയ്യുന്നത്. അതെ, മറ്റ് 2 മരുമക്കൾക്കും എങ്ങനെയാണോ കൊടുത്തത് അതുപോലെ തന്നെ രേവതിക്ക് കൊടുക്കണം. ഇല്ലെങ്കിൽ ഈ അച്ചമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുതെന്ന് പറഞ്ഞപ്പം, എന്തിനാ അച്ചമ്മയെ വേണ്ടാത്തവരെ കൊണ്ട് നിർബന്ധിച്ച് ഇങ്ങനെ ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത്, അതിന്റെ കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പം, നീ മിണ്ടാതിരിക്കുക, വേണ്ടാത്തവരാണെങ്കിലും വേണ്ടവരാണെങ്കിലും എനിക്കറിയാം എങ്ങനെ പെരുമാറണമെന്ന്. ഞാനേ എന്തു പറയുന്നു അത് അനുസരിച്ചോണം ചന്ദ്ര, വാരി കൊടുക്കാൻ പറഞ്ഞു. ലാസ്റ്റ് നമ്മുടെ ചന്ദ്ര രേവതിക്ക് സ്നേഹത്തോടു കൂടി വാരി കൊടുക്കുന്ന ഒരു രംഗമുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ സ്നേഹമൊന്നുമില്ല, കട്ടിച്ച് കീറാനുള്ള ദേഷ്യം മനസ്സിൽ വെച്ചിട്ട് എന്താ പറയുക, വേറെ ഒന്നും നിവർത്തിയില്ല, അതുകൊണ്ട് വാരി കൊടുക്കുകയാണ്. അങ്ങനെ വാരി കൊടുത്തോണ്ടിരുന്നപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, അതെ, പോയവന്മാരെ, നിങ്ങൾ ആരെങ്കിലും ഫോൺ എടുത്തിട്ട് ഒരു വീഡിയോ പിടിച്ചേ, ഇങ്ങനെയുള്ള രംഗങ്ങളെ ഇനി ചിലപ്പം കാണാൻ കിട്ടിയെന്ന് വരില്ല, നമുക്ക് വീഡിയോ ആക്കി വെക്കാം, എപ്പോഴും എടുത്തൊന്ന് കാണാമല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശ്രുതി പതുക്കെ പറഞ്ഞു, ആഹാരം കഴിക്കാൻ നേരത്ത് എനിക്ക് വേറെ ഒരു പണിയും ചെയ്യുന്ന ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. പറഞ്ഞില്ലെങ്കിൽ മനസ്സ് വിചാരിക്കാം. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ അറിയാലോ ശ്രുതി വീഡിയോ ഒന്നും എടുക്കാൻ പോകുന്നില്ലെന്ന്. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, മോനെ ശ്രീകാന്തെ, ഒരു കാര്യം ചെയ്യുക, നീ വീഡിയോ എടുക്കുക. ഏതായാലും ഈ കാഴ്ച അപൂർവ കാഴ്ചകളിൽ ഒന്ന് തന്നെയാണ്. ഈ ഏറ്റവും നല്ല അമ്മായിയമ്മയ്ക്കുള്ള അവാർഡ് വല്ലതും കിട്ടുമായിരുന്നെങ്കിലേ എന്റെ ഭാര്യ ചന്ദ്രയ്ക്ക് കിട്ടിയാനേത് എന്നും പറഞ്ഞ് 2 കളിയാക്കി നമ്മുടെ രവീന്ദ്രന് കിട്ടിയ ചാൻസ് രവീന്ദ്രനും പാഴാക്കില്ല. അങ്ങനെ അവരവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. 1, 2, 3 ഒക്കെ പറഞ്ഞ് ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എണീറ്റൊക്കെ കഴിഞ്ഞിട്ട് പോയി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, നമ്മുടെ ശ്രുതിനെയുമാണ്. അങ്ങനെ നമ്മുടെ ശ്രുതി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ശ്രുതി വന്നിട്ട് ശ്രുതിയോട് ചോദിക്കുകയാണ്, അതെ, നിനക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടല്ലേ, നമ്മുടെ വീട്ടിലെ റൂം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇരട്ടിയുണ്ട്. ഈ റൂം ഒരു ചെറിയ റൂമായിപ്പോയി, നീ മലേഷ്യയിലൊക്കെ ജനിച്ചു വളർന്നതല്ലേ, അപ്പൊ നിനക്ക് ഈ സാഹചര്യത്തോടൊക്കെ പൊരുത്തപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോറി കേട്ടോ, ഒരു 4 ദിവസം നീ അഡ്ജസ്റ്റ് ചെയ്യണം. എന്താ ശ്രുതി പറയുന്നത്, 4 ദിവസമോ, എനിക്ക് എത്ര ദിവസമാണെങ്കിലും കുഴപ്പമില്ല, ശ്രുതിക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാനും തയ്യാറാ, ശ്രുതിക്ക് വേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ സഹിക്കുന്നത്. ഇതൂടെ കേട്ടപ്പോൾ പിന്നെ നമ്മുടെ ശ്രുതിയുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോഴത്തേക്കുമാണ് ശ്രുതി പറഞ്ഞത്, ഏതായാലും അതൊക്കെ പോട്ടെ, ഇവിടെ വന്ന് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ, സന്തോഷമായല്ലോ, അമ്മ നിനക്ക് ചോറൊക്കെ വാരി തന്നത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. എനിക്കും സന്തോഷം തോന്നി, അതൊക്കെ മതി എനിക്ക്, എൻ്റെ ജീവിതത്തിൽ കിട്ടാത്ത സൗഭാഗ്യങ്ങളൊക്കെ അല്ലേ ശ്രുതി എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇത്രയും ബന്ധുക്കളും ഇത്രയും സ്വന്തക്കാർക്കൊക്കെ ഇടയിൽ ഒരു വലിയ ഫാമിലി ആയിട്ട് ജീവിക്കാനായിരുന്നു താല്പര്യം. അത് തന്നെ എനിക്ക് കിട്ടിയില്ലേ, അത് ശ്രുതി കാരണമാണ്. ഈ ജന്മം ഞാൻ ശ്രുതി അത് മറക്കില്ല എന്ന് പറഞ്ഞപ്പം, ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, നിനക്ക് വിഷമം തോന്നോ, നിന്റെ അമ്മ നിനക്ക് ചോറ് വാരി തന്ന ഓർമ്മ വല്ലതും നിനക്കുണ്ടോ? ഏതായാലും എൻ്റെ അമ്മ ചോറ് വാരി തന്നപ്പം നിനക്ക് നിന്റെ അമ്മേനെ ഓർമ്മ വന്ന് കാണുമല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചെറിയ വിഷമമായി പോയിട്ടോ. നമ്മുടെ ശ്രുതി അഭിനയിക്കുകയാണ് വിഷമമാണെന്നും പറഞ്ഞുകൊണ്ട്. ശ്രുതി പറഞ്ഞു, അത് പിന്നെ ശ്രുതി ശരിയാ, സത്യമായിട്ടും എനിക്ക് ചെറിയ വിഷമമൊക്കെ വന്നു, ചെറിയ വിഷമമല്ല വലിയ വിഷമം വന്നു. എൻ്റെ അമ്മയുടെ സ്ഥാനത്താ ഞാൻ എൻ്റെ ശ്രുതിയുടെ അമ്മേനെ കാണുന്നത്, എൻ്റെ സ്വന്തം അമ്മയെ പോലെ. അതൊക്കെ പോരെ, പിന്നെ ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? സങ്കടപ്പെടുകയൊന്നും വേണ്ട, സമാധാനമായിട്ടിരിക്കും. ഞാനിപ്പോൾ ഈ വിഷയം എടുത്തിട്ട് വേറൊന്നും കൊണ്ടുമല്ല, നിന്റെ സന്തോഷം കാണാൻ വേണ്ടിയാ. എൻ്റെ അമ്മ നീ സ്വന്തം അമ്മേനെ പോലെ കണ്ടോ, അമ്മ നിന്നെ സ്വന്തം മോളെ പോലെ തന്നെയാ കാണുന്നത്. നിന്റെ ഇളയച്ചൻ വരുവാന്ന് അറിഞ്ഞപ്പം എൻ്റെ അമ്മയുടെ സന്തോഷം കണ്ടോ,
നിന്റെ ഇളയച്ചൻ വന്നിട്ട് വേണം എനിക്കൊന്ന് അടിച്ച് പൊളിക്കാൻ. ഏതായാലും ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് കിടക്ക് എന്ന് പറഞ്ഞിട്ട് കയറി കിടക്കുക. നമ്മുടെ ശ്രുതിയാണെങ്കിൽ എൻ്റെ ഈശ്വരാ ഇനി എന്ത് ചെയ്യും, ഇളയച്ചനെങ്ങാണം വരാതിരുന്ന് കഴിഞ്ഞാൽ ആ ബീരാനിക്ക എൻ്റെ ചെയിനൊക്കെ ആയിട്ട് മുങ്ങിയോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞാണ് അടുത്ത കപ്പിൾസ്, നമ്മുടെ വർഷയും ശ്രീകാന്തും. അങ്ങനെ വർഷയാണെങ്കിലോ കൊതുക് കടിക്കുമല്ലോ, അപ്പോൾ അതും കൂടെ കൊതുക് കടിക്കാതിരിക്കാനുള്ള ക്രീമൊക്കെ കൈ തൂക്കാം. അപ്പൊ നമ്മൾ ശ്രീകാന്ത് പറഞ്ഞു, എന്തിനാ പക്ഷേ ഇതൊക്കെ തൂക്കുന്നത്, ഇതൊന്നും തൂക്കേണ്ട കാര്യമില്ല, ഒരു കൊതുക് കുത്തി എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം ഇരിക്കുന്നത്? ഒരു കൊതുക് കുത്തി കഴിഞ്ഞാലേ അത് തടിച്ചു പൊങ്ങും, പിന്നെ എന്തൊക്കെ രോഗങ്ങളാ വരുന്നതെന്ന് പറയാൻ പറ്റുമോ? വേഗം ശ്രീകാന്ത് ഇത് തൂത്തോ, വേണ്ട വെറുതെ എന്തിനാ കൊതുകൊക്കെ കടിച്ച് പല രോഗങ്ങളൊക്കെ വരുത്തി വെക്കുന്നത്, എളുപ്പം തൂക്ക്. പിന്നെ 4 ദിവസം ഇവിടെ എങ്ങനെ തള്ളി നീക്കുന്നത് എനിക്ക് അറിയില്ല ശ്രീകാന്തേ, പക്ഷെ തള്ളി നീക്കിയല്ലേ പറ്റൂ. പിന്നെ ദേ ഇവിടെ വന്നപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായത് സച്ചേട്ടൻ എങ്ങനെയാണെന്ന് അറിയാമോ ഈ ഒരു എന്താ പറയാ ഒരു അലസതയായ ഒരു ക്യാരക്ടർ കിട്ടിയത്. എന്തിനും ഏതിനും കുത്തി പറയുന്ന ക്യാരക്ടറും വായി തോന്നൊക്കെ വിളിച്ചു പറയുന്ന ക്യാരക്ടറൊക്കെ എങ്ങനെയാണോ കിട്ടിയത്? അത് അച്ഛമ്മയുടെ കയ്യിൽ അതെനിക്ക് മനസ്സിലായി ഇന്ന്. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അത് പിന്നെ അച്ഛമ്മയുടെ സ്വഭാവമേ അതുപോലെ തന്നെയാ. സജ്ജേട്ടൻ ഇവിടെയല്ലേ വളർന്നത്, അതുകൊണ്ടാ അച്ഛമ്മയുടെ സ്വഭാവം കിട്ടിയത്. അത് തന്നെയാ ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയി തീർന്നത്. സജ്ജേട്ടനെ അമ്മയല്ലല്ലോ വളർത്തിയത്, അച്ഛമ്മയല്ലേ വളർത്തിയത്, അതുകൊണ്ടാ എടുത്തു ചാടി ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. അച്ഛമ്മ പറയുന്നത് കേട്ടില്ലേ, അച്ഛമ്മ പറയുന്നത് എന്ത് നമ്മൾ കണ്ണുടച്ചനുസരിച്ചോണം. ശരി, നീ അങ്ങനെയൊന്നും പറയാതെ വർഷ, അങ്ങനെയൊന്നുമില്ല. അച്ഛമ്മയെ ഞങ്ങളെല്ലാവരും ആ ഒരു ബഹുമാനം കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് അച്ഛമ്മ അങ്ങനെ. പിന്നെ ഈ എന്താ പറയാ നമ്മുടെ ഈ ഒരു നിഷ്കളങ്കമായ സ്വഭാവം എന്നൊക്കെ പറയില്ലേ, അതാണ് സച്ചേട്ടന്റെ സ്വഭാവം. നിഷ്കളങ്കമായ സ്വഭാവം എൻ്റെ പൊന്ന് ശ്രീകാന്തെ, ആരും കേൾക്കല്ലേട്ടാ. നിഷ്കളങ്കതയുടെ അർത്ഥം എന്താണെന്ന് നിനക്കറിയാമോ? നിഷ്കളങ്കത ആർന്നൊരു സ്വഭാവം. ഏതായാലും ഞാനൊന്നും പറയാനില്ല, ഇതിൽ കിടക്കാം. ഇനിയിപ്പം ഉറക്കം വരുമെന്ന് എനിക്കറിയില്ല, ഒന്ന് കിടന്ന് നോക്കട്ടെ ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ കയറി കിടക്കുകയാണ്. ശ്രീകാന്തും അങ്ങനെ സൈഡിൽ കിടക്കുന്ന, ഒരു ഇല്ലോള സ്ഥലം പോലും ഇല്ലാട്ടോ ആ കട്ടിലേല്. അത് കഴിഞ്ഞ് പിന്നെ നേരെ കാണിക്കുന്നത് നമ്മുടെ രേവതി ഇരുന്ന് ഇങ്ങനെ പൂ കെട്ടാണ്. പൂ കെട്ടുമ്പോഴത്തേക്ക് സച്ചു വലിയ കാര്യത്തിൽ ഫോണൊക്കെ വിളിച്ചോണ്ട് വരികയാണ് കേട്ടോ. ഹലോ, നാളെ ഞങ്ങൾ വരില്ല, ഞങ്ങൾ 4 ദിവസം കഴിഞ്ഞേ വരുവുള്ളൂ, പൂ അത് കഴിഞ്ഞേ വരത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഫോൺ കട്ട് ചെയ്ത് പറഞ്ഞാൽ നമ്മുടെ രേവതിയോട് പറഞ്ഞു, രേവതി കേട്ടോ, ആൾക്കാരിങ്ങനെ വിളിച്ചോണ്ടേ ഇരിക്കുവോ പൂവിന് വേണ്ടി, 4 ദിവസത്തെ കച്ചവടമാണ് നമ്മുടെ പോയത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, ആണോടാ പൂ ചോദിച്ച് ഒത്തിരി പേര് വിളിക്കുന്നുണ്ടോ? ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്. അപ്പൊ അച്ഛമ്മ പറഞ്ഞു, എന്തിനാ വെറുതെ എന്റെ പൊന്നുമോളെ ഈ സമയത്ത് ഇരുന്ന് പൂ കെട്ടുന്നത്, നീ ഇപ്പൊ പൂ ഇരുന്ന് കെട്ടരുതേ. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, അവൾ ആത്മാർത്ഥതയുള്ള കുട്ടിയാ, അവള് ചെയ്യുന്ന ജോലി അവൾ ആത്മാർത്ഥമായിട്ടാ ചെയ്യുന്നത്, അങ്ങനെ വേണം ജോലി ചെയ്യാന്. അല്ല, അമ്മ അറിഞ്ഞായിരുന്നോ രേവതിക്ക് ഒരു കടയിട്ട് കൊടുത്ത കാര്യം? എന്നോട് രേവതി മോള് പറഞ്ഞായിരുന്നു, സച്ചി നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു, നീയെ നല്ലൊരു ഭർത്താവായിട്ട് മാറിക്കഴിഞ്ഞു, അതുകൊണ്ടാണല്ലോ അവളുടെ ആ ഒരു സ്വപ്നത്തിനനുസരിച്ച് നീ ആ കടയിട്ട് കൊടുത്തത്. ഏതായാലും എൻ്റെ സച്ചി, നിന്നെ ഓർക്കുമ്പോ എനിക്ക് അഭിമാനമുണ്ട്. അച്ചമ്മയ്ക്ക് അഭിമാനമുണ്ട്, പക്ഷെ ഇവിടെ ചിലവർക്കൊന്നും ഒരു അഭിമാനവും ഇല്ല, അവർക്കൊക്കെ അപമാനമായിട്ടാ തോന്നുന്നത്. ആർക്ക്? മനസ്സിലായി. അല്ല ചന്ദ്രേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചന്ദ്രേ, നീ എന്തൊരു ഭാഗ്യം ചെയ്ത അമ്മായിയമ്മയാടി, നിന്റെ ഒരു മരുമകള് എന്ത് കടയായിരുന്നു? ആ കടയുടെ പേര് മറന്നുപോയല്ലോ. അതച്ചമ്മ ബ്യൂട്ടി പാർലറിന് നിന്റെ പേരിട്ടിരിക്കുന്നു. ഇപ്പൊ സച്ചി നിന്റെ പേര് പൂക്കടയ്ക്ക് വിട്ടിരിക്കുന്നു. ഇതിൽ കൂടുതൽ എന്ത് ഭാഗ്യമാടി നിനക്ക് വേണ്ടത്? ഭയങ്കര ഭാഗ്യമാ ബ്യൂട്ടി പാർലറിന് എന്റെ പേരിട്ടത്. ഓക്കെ, അത് ഭാഗ്യമാ. പക്ഷെ ഒരു ഇല്ലോളം പോകുന്ന പൂക്കടയ്ക്ക് എന്റെ പേരിട്ടത് എന്നെ അപമാനിക്കാൻ വേണ്ടിയാ. ആര് പറഞ്ഞു നിന്നെ അപമാനിക്കാൻ വേണ്ടിയാണെന്ന്? പൂക്കച്ചവടം അത്രയ്ക്ക് അപമാനമായിട്ട് ചെയ്യുന്ന കാര്യമാണോ? എന്താ ചന്ദ്രൻ നീ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നത്? ഏത് ജോലിക്കും അതിൻ്റെതായ മാന്യതയും അന്തസ്സും ഉണ്ട്. അമ്മേ, ഇവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ. അമ്മ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ നോക്ക. ഇവളുടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവളുടെ ഈ ചെവി കൂടെ കേട്ട് ആ ചെവി കൂടെ പോവുള്ളൂ. ഇവളുടെ വിചാരം പൂ വിൽക്കുന്നത് എന്തോ ഒരു വൃത്തികെട്ട ജോലിയാണെന്നാ. അന്തസ്സായിട്ട് ചെയ്യുന്ന ഏതൊരു ജോലിക്കും അതിൻ്റെതായ മഹിമയും ഒക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇവക്കതങ്ങോട്ട് ദഹിക്കുന്നില്ല. ഇവള് പറയുന്നത് ബ്യൂട്ടി പാർലർ ഏതാണ്ട് വലിയ കച്ചവടവും പൂക്കച്ചവടം ഏതാണ്ട് ചെറിയ കച്ചവടവും, രേവതി ചെയ്യുന്ന ജോലിക്ക് ഒരു ഇതുമില്ല എന്നൊക്കെ ഇവള് പറയുന്ന കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നമ്മേ നമുക്ക് തന്നെ ചൊറിഞ്ഞു കയറും. അതുകൊണ്ട് ആ വിഷയം വിടുന്നതാ നല്ലത്. എങ്ങനെ വിടും? ആ വിഷയം വിടാൻ പറ്റില്ലല്ലോ. അപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചു പറഞ്ഞത്, അല്ല ഞാൻ ഓർക്കണത് രേവതിനെ പോലും ഒരു മരുമകളെ അച്ചമ്മയ്ക്ക് കിട്ടിയില്ലല്ലോ എന്നാ. അത് ശരിയാ സച്ചി നീ പറയുന്നത്. രേവതിയെ പോലും ഒരു മരുമകളെ എനിക്ക് കിട്ടിയിട്ടില്ല. ചന്ദ്ര എനിക്ക് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത്? ഇങ്ങോട്ടേക്ക് വരാൻ വരെ അവക്ക് മടിയാ. എൻ്റെ മകനെ എന്നിൽ നിന്ന് അടർത്തിയെടുത്തോട്ട് പോയി, അല്ലാതെ അവളെ എന്താ എനിക്ക് വേണ്ടി ചെയ്തത്? അതിന് വേണേ ഒരു ഭാഗ്യം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും
നമ്മുടെ ചന്ദ്ര പറഞ്ഞു, നിങ്ങൾ നിർത്തുന്നുണ്ടോ ഒന്ന്, നിങ്ങൾ ഇന്ന് എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ നാളെ നിങ്ങൾ ഇങ്ങനെയൊന്നും പറയരുത്, ശ്രുതിയുടെ ഇളയച്ചൻ വരും, ഇളയച്ചൻ്റെ മുമ്പിൽ എന്നെ നിങ്ങൾ അപമാനിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, നീ കുറേ നേരമായല്ലോ തുടങ്ങിയിട്ട്, ഇളയച്ചൻ വരും, ഇളയച്ചൻ വരും, ഇളയച്ചൻ വരും, എന്നിട്ട് ഇതുവരെ ഇളയച്ചൻ വന്നില്ലല്ലോ. അപ്പം നമ്മുടെ ശ്രുതി ഇത് മറഞ്ഞ് നിന്ന് കേൾക്കണുണ്ട് കേട്ടോ. അപ്പം അച്ഛമ്മയും പറഞ്ഞു, കുറേ ദിവസമായി നീ ഇവിടെ വന്നപ്പോൾ മുതൽ നീ പറയുന്നത് ഇളയച്ചൻ വരും, ഇളയച്ചൻ വരും, ഞാനും ഇതുവരെ കണ്ടില്ലല്ലോടി, എന്തിയേ അവളുടെ ഇളയച്ചൻ വരാത്തത്? അത് പിന്നെ മലേഷ്യയിലല്ലേ വല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നവർക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറ്റുമോ അമ്മേ? അവർക്ക് വരാനേ കുറച്ച് സമയങ്ങളൊക്കെ ഉണ്ട്, അവരെങ്ങനെ എല്ലാ പ്രാവശ്യവും ഇങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ വരാനൊന്നും പറ്റില്ല, അവരെങ്ങനെ വരുന്നവരൊന്നും അല്ല. ഓ പിന്നെ അതന്നെ എല്ലാ പ്രാവശ്യവും ഇങ്ങോട്ട് വരാൻ പറ്റാത്തത്? അല്ല ഈ ഗ്രഹങ്ങളൊക്കെ പോലെയാണോ? ഈ ഗ്രഹങ്ങളൊക്കെ ഏതാണ്ട് വർഷങ്ങളൊക്കെ കൂടുമ്പോഴാണല്ലോ വരുന്നത്, അല്ല അതുപോലെയാണോ? നിനക്ക് എന്തറിയാ സച്ചി, അയാൾക്ക് അവിടെ നല്ല ബിസിനസ്സും കാര്യങ്ങളും ഒക്കെയാ, അതൊക്കെ മറ്റുള്ള ഒരാളെയൊക്കെ ഏൽപ്പിച്ചിട്ട് വേണ്ട ഇങ്ങോട്ട് വരാന്. അതുകൊണ്ട് ഞാൻ പറയാം, ദയവ് ചെയ്ത് നാളെ കുളമാക്കരുത്. ദേ രേവതി, നാളെ എല്ലാ സാധനവും ഉണ്ടാക്കിയേക്കണം, ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല. പിന്നെ നീ രേവതിയോട് എന്തിനാ പറയുന്നത് ചന്ദ്രൻ? നീ തന്നെ അങ്ങ് ഉണ്ടാക്കിയാൽ മതി, രേവതിനെ കൊണ്ട് ഉണ്ടാക്കിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോ നമ്മുടെ അച്ഛമ്മയായിട്ട് പറഞ്ഞത്. അപ്പോഴത്തേക്കും ചന്ദ്രയുടെ മുഖമൊക്കെ അങ്ങ് മാറി. അപ്പോഴാണ് ശ്രുതി അതിലെ വന്നത്. ശ്രുതി വന്ന ഉടനെ തന്നെ നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു, അല്ല മോളെ, നിന്റെ ഇളയച്ചൻ നാളെ വരുമോ? ആ വരൂ അച്ഛാ, ഇളയച്ചൻ നാളെ വരും, എന്നോട് വിളിച്ചു പറഞ്ഞായിരുന്നു. വരൂലോ അല്ലേ? വരും, അവിടെ നിന്ന് കയറിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അങ്ങ് പോവുക. ശ്രുതിക്ക് ആകെപ്പാടെ മൊത്തം ഒരു പരിഭ്രമവും പേടിയൊക്കെയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് കാണിക്കുന്നത് ബാസാച്ചി എന്നല്ല, ബാ രേവതി, നമുക്ക് കട്ടില് വെളിയിലെടുത്തിട്ടേ നമുക്ക് അവിടെ കിടക്കാന്നൊക്കെ പറഞ്ഞ് രേവതിനെയും വിളിച്ചോണ്ട് സച്ചി വെളിയിലേക്ക് പോവാണ്. കട്ടിലൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി വന്നിട്ട് പറഞ്ഞു, എന്ത് ചെയ്യാനാ, ആകെ തന്നെ ആരും കിടത്തൂല, ഇവിടെ ഒരു കിടക്കാൻ പോലും ഒരു സ്ഥലമില്ല. അതെന്താ, അമ്മ നിന്നെ അവിടെ ഒന്ന് കിടത്താൻ സമ്മതിക്കില്ലേ? അമ്മയല്ല, അച്ഛമ്മ പറഞ്ഞു, നീ നിന്റെ കെട്ടിയവന്റെ കൂടെ പോയി കിടത്താൽ മതി എന്ന്. അത് നല്ല കാര്യമല്ലേ, നിന്റെ കെട്ടിയവന്റെ കൂടെ അല്ല നീ പിന്നെ ആരുടെ കൂടെ പോയി കിടക്കേണ്ടത്? ഇങ്ങ് വാ, ഇവിടെ നമുക്ക് ഇന്ന് കിടക്കാം. ഈ മഞ്ഞത്തോ? അയ്യോ, മഞ്ഞ് വീഴുന്നു, അതും ഈ തണുപ്പത്തോ, അതും നിലാവ് പോലും ഇല്ലെന്ന്. ഇവിടെ എങ്ങനെയാ സച്ചേട്ട കിടക്കുന്നേ? ഇവിടെയൊക്കെ കിടക്കാൻ പറ്റുന്നേ, ഞാൻ പറഞ്ഞില്ലേ ഒരുമയുണ്ട് ഓലക്കപ്പുറത്തും കിടക്കാന്ന് നീ കേട്ടിട്ടില്ലേ? അതുപോലെ നമുക്ക് ഇന്ന് ഇതൊരു ഓലക്കപ്പുറമാക്കാം, പോരെ നീ വെച്ചപ്പോഴത്തേക്ക് എന്താ സച്ചേട്ട ഈ പറയുന്നത്? അല്ല ഇവിടെ ഇടയില്ലാതെ ഞാൻ എങ്ങനെ കിടക്കാനാ? എന്നാ നീ വല്ല തൊഴുത്തിലും പോയി കിടക്കാൻ. എൻ്റെ പൊന്നു പെണ്ണെ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാന്ന്. അത് പിന്നെ രാത്രി ഇരുട്ടാ, പിന്നെ മഞ്ഞും ഒക്കെ അല്ലേ, പനിയൊക്കെ വരില്ലേ? അതിന് ഞാനൊരു വഴി കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് നേരെ ഒരു കുട എടുത്തോണ്ട് വരിക. കുട എടുത്തോണ്ട് വന്ന് കട്ടിലേ ഇങ്ങനെ വെച്ച് കിട്ടണം. അപ്പം രേവതി ചേച്ചി, ഇതെന്താ സച്ചിട്ട കാണിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ അല്ലേടി പെണ്ണെ പറഞ്ഞത് മഞ്ഞ് വീഴുന്ന, ഇനിയിപ്പം നമ്മുടെ തലയിൽ മഞ്ഞ് വീഴില്ലല്ലോ. അല്ല മഞ്ഞ് വീഴില്ല ശരിയാ, പക്ഷേ രാത്രി ഇരുട്ടല്ലേ, അതിനൊരു വഴിയുണ്ടെന്ന് പറഞ്ഞിട്ട് മൊബൈൽ ഫോൺ എടുത്ത് ഇങ്ങനെ കുടയുടെ അടിയിൽ ഇങ്ങനെ വെച്ച് കെട്ടിയൊക്കെ വെച്ചു, വെട്ടമൊക്കെ ഇട്ടിട്ട് നമ്മുടെ രേവതിരി പിടിച്ച് ആ കട്ടിലയിലൊക്കെ കിടത്തി. ഇപ്പം വെട്ടം വന്നല്ലോ. വെട്ടമൊക്കെ വന്നു ശരിയാ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. സച്ചേട്ടാ ഇപ്പൊ സൂപ്പറാന്ന് പറയുമ്പം ഏതായാലും ഈ വെട്ടം വന്നു. ഇപ്പൊ ഈ വെട്ടത്തിൽ നിന്നെ കണ്ടാലേ ചന്ദ്രനെ പോലെയുണ്ട്, ചന്ദ്രൻ പോലും തോറ്റുപോകും. ആണോ? ഞാൻ ചന്ദ്രനാണെങ്കിൽ സച്ചേട്ട സൂര്യനല്ലേ? സൂര്യനോ? എടി ചന്ദ്രനും സൂര്യനും ഒരുമിച്ച് വരുമോടി? ഓ അത് ശരിയാണല്ലോ അല്ലേ? എങ്കിലേ സച്ചേട്ടൻ ഈ ആകാശമാണ്, ഈ ചന്ദ്രനെ താങ്ങി പിടിക്കുന്ന ആകാശം. ഓഹോ, കവിതയൊക്കെ കയറി വരുന്നുണ്ടല്ലോ, സാഹിത്യം. അതിനെ കുറച്ച് സാഹിത്യമൊക്കെ എനിക്കും അറിയാം എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ ഇവിടെ കിടക്കാണ്. കിടന്നിട്ട് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ സച്ചി പറഞ്ഞു, എനിക്കൊരു പാട്ട് പാടാൻ തോന്നാന്ന് പറഞ്ഞിട്ട് പൊന്നിൽ കുളി വന്നു ചന്ദ്രികാവസന്തം, ആ പാട്ടുണ്ടല്ലോ, ആ പാട്ടിങ്ങനെ കുറച്ചൊരു 5 മിനിറ്റ് നേരത്തിന് ആ പാട്ടിങ്ങനെ നമ്മളെ കേൾപ്പിക്കുകയാണ് കേട്ടോ, സച്ചി രേവതിയും പാടുന്നത് പോലെ. എന്നിട്ട് നേരം വെളുക്കുന്നതാണ് പിന്നെ കാണിക്കുന്നത്. അപ്പോഴത്തേക്ക് അയലൊക്കത്തുള്ള കുറേ ചേച്ചിമാരൊക്കെ കുടയൊക്കെ ആയിട്ട് ഓടി നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് വന്നിട്ട്, രേവതി ഈ ട്രിക്ക് ഞങ്ങൾക്കും പറഞ്ഞു തരണം കേട്ടോ, ഞങ്ങളുടെ കെട്ടിയന്മാര് ഞങ്ങളെ ഇങ്ങനെ കൊണ്ട് കിടത്തത്തൊന്നുമില്ല, ഞങ്ങൾ ഏതായാലും ഒരു കുട മേടിച്ചു, ഞങ്ങൾക്കും ഇങ്ങനെ കിടക്കണം, ഈ ട്രിക്ക് പറഞ്ഞു താ രേവതി എന്നൊക്കെ പറഞ്ഞാൽ വരുന്നത്. അപ്പൊ അച്ഛമ്മ വന്നിട്ട് എന്താ ഇവിടെ പ്രശ്നം ചോദിക്കുമ്പോൾ, അത് പിന്നെ ഹേയ് ഒന്നുമില്ല കലാവതി അമ്മൂമ്മേ, ഞങ്ങള് രേവതിയോട് സംസാരിക്കാൻ വന്നല്ലേ, ഞങ്ങളൊക്കെ യൂത്ത് അല്ലേ, ഈ നിൽക്കുന്ന കലാവതി അമ്മൂമ്മ യൂത്ത് അല്ലല്ലോ, അപ്പൊ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. എന്ത് കാര്യങ്ങള്? എന്റെ രേവതി മോളോട് നിങ്ങളൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട, മോളെ രേവതി നീ അകത്ത് കയറിപ്പോ, ഇതുങ്ങളൊക്കെ പിഴച്ച കൂട്ടങ്ങളാ, വായിൽ നിന്ന് വൃത്തിയോട് മാത്രമേ വരത്തുള്ളൂ, മോളെ നീ കയറിപ്പോ. അപ്പം രേവതിനെ കൊണ്ട് ഞങ്ങളെ ഒന്നും പറഞ്ഞു ധരിപ്പിക്കില്ലല്ലേ? ഇല്ല, പറഞ്ഞു ധരിപ്പിക്കില്ല എന്നും പറഞ്ഞ് നമ്മുടെ കലാവതി അമ്മൂമ്മ അകത്തേക്ക് കയറിപ്പോയപ്പോഴത്തേക്ക് രേവതിയോട് ചോദിച്ചപ്പോൾ രേവതി പറഞ്ഞു, അയ്യോ എന്നെ വിട്ടുപിടി ചേച്ചിമാരെ, ഞാൻ പോവാ, അച്ഛൻ എന്നെ വഴക്ക് പറയുന്നു പറഞ്ഞു പോയപ്പം, ഞാനേ ഞങ്ങളെ സച്ചിയോട് ചോദിച്ചോളാന്ന് പറഞ്ഞ് നേരെ സച്ചിയോട് ചെന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി പോവാണ്. സച്ചിയോട് ചെന്ന് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചോദിക്കാണ് കേട്ടോ ഈ ചേച്ചിമാരെ. സച്ചിക്കാണെങ്കിൽ ഇത് കേട്ടിട്ട് നാണം വരുന്നു. ഏതായാലും ചേച്ചിമാരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു നമ്മുടെ സച്ചി.
ഭർത്താക്കന്മാരെ എങ്ങനെ മയക്കി വെളിയിൽ കൊണ്ടുവരണം എന്നൊക്കെ. ഏതായാലും പകുതി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ, മുഴുവനൊന്നും പറഞ്ഞു കൊടുത്തില്ല. അതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചിമാരൊക്കെ അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് ഇങ്ങനെ നാണം വന്നിരിക്കും. അപ്പൊ രേവതിയോട് സച്ചി ചോദിച്ചു, ഇതെന്ത് പറ്റി നീ ഇങ്ങനെ നിൽക്കുന്നുണ്ട്? അത് പിന്നെ എനിക്ക് നാണം വരുമോ സച്ചേട്ടാ? നാണോ? എന്റെ മുഖത്ത് നോക്കിയിട്ടൊന്ന് നാണം വന്നേ, ഞാൻ ഒന്ന് കാണട്ടെ എങ്ങനെ നാണം വരുന്നതെന്ന്. അപ്പൊ നമ്മുടെ രേവതി അങ്ങ് ഓടിപ്പോകുന്നു, സച്ചി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, അടിപൊളി വിശേഷം തന്നെയാണ് വന്നിരിക്കുന്നത്. എല്ലാവരും മിസ് ചെയ്ത് കളയാതെ വൈകിട്ടും കാണാട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമ്മുടെ നയനയുടെയും ആദർശിന്റെയും ഒറിജിനൽ വിശേഷം ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല, അതാണ് നമ്മൾ പോസ്റ്റ് ചെയ്യാത്തത്. ഇപ്പം പ്രമോ വിശേഷം നമ്മൾ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ വീണ്ടും ഒരു പ്രമോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോറാകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഫുൾ വിശേഷം എപ്പോൾ വരുന്നു അപ്പം തന്നെ ഞാൻ നിങ്ങളെ മുമ്പിൽ കൊണ്ടുവരാം കേട്ടോ. അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.